നിങ്ങളുടെ സൗണ്ടുകളുണ്ട്. നിങ്ങൾ ഒരേ ഫാമിലി ആണെങ്കിൽ 4 പേരുടെ 4 ശബ്ദം കേട്ടോ. എടുത്തറിയാം നമുക്ക് ആ 4 ശബ്ദങ്ങളും സെപ്പറേറ്റ് അറിയാം. നല്ല രസം കേൾക്കും. പലതും പല ടോണ്. ഇപ്പം ചങ്ങാതിമാരുടെ പാട്ട് പാടിയ പോലെ തന്നെ സിഫ്രു ആക്ച്വലി ഉമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയിട്ടില്ലേ? സംഭവം ഹിറ്റ് ആയിരുന്നു തോന്നുന്നു അല്ലേ? അത് ഉമ്മാനെ കുറിച്ചുള്ള ഒരു പാട്ട് ഉമ്മനെ സോപ്പിടാൻ വേണ്ടി എഴുതിയതാ അല്ല പാടിയതാ? നമ്മളെ ആക്ട് ചെയ്തിട്ടാ ആണോ? അതില് ജിഫ്രാൻ പാടുന്ന പാട്ടാണല്ലോ. അപ്പൊ ആ പാട്ടില് എന്താ പറയാ, ജിഫ്രാനായിരുന്നു കൂടെ. അപ്പൊ ജിഫ്രാനെ കൂടുതൽ കൊഞ്ചിക്കലും ആ രീതിയിലൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവൾക്ക് ഭയങ്കര കാണാനുണ്ട്. ആ വീഡിയോയിലുണ്ട്. ഇവള് കൊറേയെല്ലാം ഒരു മൊഞ്ചുണ്ടാവുമല്ലോ, അത് ആൾക്ക് ഇഷ്ടപ്പെടൂല. അവന് കൂടുതൽ ഇതാക്കുമ്പോ കൊഞ്ചിക്കുമ്പോ അതാ ശരിക്കും ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ആ പാട്ടിൽ തന്നെ ഉണ്ടത്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. കൊച്ചിനോട് നമുക്ക് സ്നേഹത്തിൽ കടപിടിക്കാൻ പറ്റൂല. ഇല്ല, കിട്ടുന്നത് മേടിച്ച് സമാധാനിക്കാം. ഞാൻ പറയും നിങ്ങൾ രണ്ടാളും ഒരുപോലെ. പക്ഷെ കൂട്ടത്തിൽ ഇങ്ങനെ അടിയാ ചില സമയത്ത് വലിയ അടിയൊന്നുമല്ല. ചിലപ്പോ ഇവൻ വെറുതെ വന്നിട്ട് ഇവളെ ഇങ്ങനെ തോണ്ടി കളിക്കും. അപ്പോ ഏത് പക്ഷത്ത് ചേരണമെന്ന് പറയാൻ പറ്റൂല. കാരണം അപ്പുറത്ത് കൂടിയാലും ഇപ്പുറത്ത് കൂടിയാലും നമുക്ക് പ്രശ്നം കിട്ടും. അവര് ശരിയാവും. നമ്മളതിൽ ഇടപെടില്ല, കുറവാ. പിന്നെ കാരണം നമ്മള് ഇടപെട്ടിട്ടില്ല, അവസാനം നമ്മൾ പുറത്താവും, ഇവരൊന്നിച്ച് കളിക്കാൻ തുടങ്ങും. അത് വലിയ നമുക്ക് പാട്ട് പാടണ്ടേ? സിഫ്രു വേറെ ഏതൊരു ലോകത്താണല്ലോ, ഇടയ്ക്കിടയ്ക്ക് വേറെ എങ്ങോട്ടോ പോകും. ചിലപ്പോ ആ പാട്ട് പറഞ്ഞില്ലേ പാടാനേ, അതില് ലിറിക്സ് ചെറുതില് പാടിയതല്ലേ, അത് വരിയൊക്കെ ചിലപ്പോ ആലോചിക്കുന്നതായിരിക്കും. ഓർമ്മയില്ലേ? പാടാം. ഉമ്മ എന്റെ പൊന്നുമ്മ പൂമോന്റെ പാട്ട് ഉണ്ടേ എന്നുമുൾ പൂവിൽ ഇഷലിന്റെ കൂട്ട് എന്നും എന്നിൽ കുളിരുമായി ആശ്വാസക്കാറ്റ് എന്നെ പുൽകിയുണരുമീ ആശ്വാസ പാട്ട് ചൂടു ചുംബനങ്ങൾ സുഖമർമരങ്ങൾ ചുവടുന്നുമെന്റെ ശ്രുതിയാണു നിങ്ങൾ ഉമ്മ ഉമ്മ ഉയിരാണുമ്മ ഉമ്മ ഉമ്മ തണലാണുമ്മ. ഇത് ഈ പഠിക്കണതിന്റെ കൂട്ടത്തിൽ ഈ ലിറിക്സും ഒക്കെ പഠിക്കണ്ടേ? എങ്ങനെ ഇതൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നു? സ്കൂളിലേക്കുള്ള ഇപ്പൊ ഏത് ക്ലാസ്സിലാ? ഞാനിപ്പോ 7th. ഇത് ഈ പഠിത്ത ഈ പ്രോഗ്രാമും പെർഫോമൻസസും ഒക്കെ ആയിട്ട് പോകുമ്പോ ഈ പഠിപ്പ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും? ഞാനെന്താ പറയും, അവന്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടാ. അപ്പൊ ചിലപ്പോ നോട്ട്സ് ഒക്കെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് വരുമ്പോഴേക്ക് പോകുമ്പോ പിന്നെ എല്ലാവരും ഇപ്പം സബ്ജക്ട് ഓരോ സബ്ജക്ട് അടുത്ത ഫ്രണ്ട് 2 നോട്ടെല്ലാം കൊണ്ടുപോകും. എന്നിട്ട് എന്താക്കും അവര് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ പിന്നെ വന്ന് പഠിക്കാൻ വലിയ പ്രശ്നമില്ല. ഇപ്പൊ എക്സാം ടൈമിലൊക്കെ ആണ്, ചില ടൈമിൽ നമുക്ക് നിർബന്ധമായിട്ട് പോകേണ്ട പ്രോഗ്രാം ആണെങ്കിൽ സ്കൂളിൽ പോയിട്ട് പറഞ്ഞിട്ട് അവര് റീടെസ്റ്റ് ഒക്കെ വെക്കും. എന്തായാലും അവര് ചെയ്തോളൂ. അപ്പൊ സ്കൂളിൽ നല്ല സപ്പോർട്ടാണ്. പുറത്ത് പ്രോഗ്രാംസിനൊക്കെ പോയി കഴിഞ്ഞാൽ, ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രണ്ട്സിന് എടുക്കുക ചോക്ലേറ്റ്. ആദ്യം ചോക്ലേറ്റ് എടുക്കുക, ഓരോന്നൊക്കെ ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. അവര് നോട്ട്സ് എഴുതിയതാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളത് പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിന്റെ പേരെന്താ? ഫിസ. അപ്പോൾ അവളെ ഫിസാന്റെ ഉമ്മയായിട്ട് ഞാൻ ഭയങ്കര കമ്പനി. അപ്പൊ അവള് മൊത്തം നോട്ടും കൊണ്ടുപോകും. ഫസ്റ്റ് ഞങ്ങള് ഇവള് ചേർത്ത ടൈമിൽ ഇവള് ആ സ്കൂളിൽ ആ ഫ്രണ്ട് അവളുമായിട്ടാണ് കൂടുതൽ കമ്പനി. അപ്പൊ ഡിവിഷൻ വരെ മാറ്റാൻ വിടുന്നില്ല. ഇല്ല ഉമ്മ എനിക്ക് അത് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പോകുന്നുള്ളതിൽ ഭയങ്കര കമ്പനിയാണ് അവര്. അപ്പൊ അവളൊക്കെ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇത്ര നേരം സംസാരിച്ചിട്ട് 100 ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടിയിട്ടില്ല. ഞാൻ എപ്പോഴാ റിലീസ്? നമുക്ക് പാടാം. ആളിങ്ങനെ ഇരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വേറെ ലോകത്തോട്ട് പോകണ്ട. എന്നാ പാടിയേ. റെഡി? പാടിക്കാൻ. जिस पर शहरियत बगच हागरे दोरे चोने बुमाजरे माजरे माजरे गच हागरे बागे दिलस पोष मलोलेश पोलई
ഉം.